ഈ കഴിഞ്ഞ ദിവസം നടന്ന ഒരു ഒരു കഞ്ഞി നാടകത്തെ പറ്റി കുറച്ച് കാര്യങ്ങൾ പറയാം എന്ന് കരുതി. നല്ലൊരു സ്ക്രിപ്റ്റ് ഇല്ല എന്ന് അവരുടെ ഒന്നാമത്തെ കാര്യം. പിന്നെ സ്ക്രിപ്റ്റ് മൊത്തത്തിൽ പാളുന്നു. സ്ക്രിപ്റ്റ് പാളി അവസാനം അഭിനയിച്ചവരും സ്ക്രിപ്റ്റ് ഉണ്ടാക്കിയവരും പിന്നെ ഇതിൻ്റെ പ്രൊമോഷൻ ചെയ്തവരും എല്ലാം ഒരുതരം എന്താ പറയുക അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തെറ്റിപ്പോകുന്നു. ഇവരൊക്കെ ഭയങ്കര ബുദ്ധിമാന്മാരും വലിയ വലിയ ആൾക്കാരുമാണെന്നാണ് അവരൊക്കെ വിചാരിക്കുന്നത്. പക്ഷേ കണ്ടു നിൽക്കുന്നവർക്ക് ഭയങ്കര കോമഡി ആയിപ്പോയി. ഇതിനകത്ത് ഒരുപാട് കോമഡി ഉണ്ട്. ഒന്നാമത്തെ കോമഡി എന്ന് പറയുന്നത് സ്റ്റാർട്ട് ചെയ്യുന്നത് ഞാനൊരു 7-7:15 കൂടി അബ്സ്കോണ്ടിങ് ആയത് ആണ്. അതായത് ഉച്ചയ്ക്ക് 12 മണിക്ക് ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ വിളിച്ചിട്ട് പറയുന്നു തിരുവല്ല CA ആണ്, അപ്പോൾ ഇങ്ങനെ ഒരു പോസ്റ്റുമായിട്ട് ബന്ധപ്പെട്ട് കേസുണ്ട്, അപ്പോൾ നാളെ രാവിലെ 8 മണിക്ക് സ്റ്റേഷനിൽ ഹാജരാണെന്ന് പറഞ്ഞു. ഞാൻ അതനുസരിച്ച് 8 മണിക്ക് ഹാജരാകാൻ നമ്മൾ രാവിലെ പോകണം. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോഴാണ് 7:30 അബ്സ്കോണ്ടിങ് ന്യൂസ് വരുന്നത്. അപ്പോൾ ഞാൻ ഓർത്ത് ഇതെന്താ ഇങ്ങനത്തെ ന്യൂസ് ഇപ്പോൾ വരേണ്ട ഒരു ആവശ്യമില്ല, SHO ഊർജിതമായി അന്വേഷിക്കുന്നു എന്നാണ് പറയുന്നത് ഈ കുറ്റവാളിയെ. കുറ്റം എന്താണെന്ന് ചോദിച്ചാൽ മോഹൻലാലിനെ തെറി വിളിച്ചെന്നും ടെറിട്ടോറിയൽ ആർമിയെ എന്തോ കളിയാക്കിയെന്നോ തെറി വിളിച്ചെന്നോ ചീത്ത പറഞ്ഞെന്നൊക്കെ പറഞ്ഞു, അപമാനിച്ചെന്നോ അത് തന്നെയാണ് എന്നൊക്കെയാണ് പറയുന്നത്. പക്ഷേ കേസ് അങ്ങനെയല്ല, ടെറിട്ടോറിയൽ ആർമിയുടെ കേസൊന്നും ഇല്ല, അങ്ങനത്തെ കാര്യങ്ങളെ പറ്റിയൊന്നും അതിനകത്ത് പറയുന്നില്ല. നോക്കുമ്പോൾ കലാപാഹ്വാനം, തെറി വിളിച്ചു എന്നൊക്കെ പറയുന്ന സാധനങ്ങളാണ്. അതിൻ്റെ ഒന്നാമത്തെ കാര്യം ഈ മോഹൻലാൽ മനുഷ്യനെ തെറി വിളിച്ചിട്ടില്ല ഞാൻ. പിന്നത്തെ കാര്യം കലാപം. ആ വീഡിയോ ഒക്കെ കണ്ടിട്ട് കേരളത്തിൽ കലാപം ഉണ്ടാവുകയാണ്, അതിന് ഉത്തരവാദി ഞാനല്ല. എങ്ങനെയൊക്കെ പറഞ്ഞാലും കലാപം ഒട്ടും ഉണ്ടാവില്ല. 3-ാം തീയതി ഇട്ട വീഡിയോയ്ക്ക് 8-ാം തീയതി ആയിട്ടും കലാപം ഉണ്ടായിട്ടില്ല, 9-ാം തീയതി കലാപം ഉണ്ടായില്ല, ഇപ്പോൾ എത്രാം തീയതി ആഡ് ചെയ്യുക ആർക്കറിയാം, ഇതുവരെ കലാപമൊന്നും ഉണ്ടായിട്ടില്ല. അപ്പോൾ അങ്ങനെയുള്ള മണ്ടത്തരങ്ങളാണ് അതിനകത്ത് എഴുതി വെച്ചിരിക്കുന്നത്. വീഡിയോ എടുത്ത് നോക്കിയാൽ അതിനകത്ത് മിലിറ്ററിയോ ആർമിയോ ഒന്നും പറഞ്ഞിട്ടില്ല. മിലിറ്ററിക്ക് അപമാനം ഉണ്ടാകുന്ന ഒരു പരിപാടി ഇവിടെയുള്ള ചില പ്രമുഖ വ്യക്തികളെ അവതരിപ്പിച്ചതിനെ പറ്റിയുള്ള കമൻ്റാണ് ആ വീഡിയോ. അത് മിലിറ്ററി അവമാനിക്കുന്നവരെ പറ്റിയുള്ള കാര്യങ്ങൾ പറയുന്നത്. മിലിറ്ററിക്ക് ഒരു അപമാനമാണല്ലോ ഇങ്ങനെയുള്ളവരൊക്കെ ഇങ്ങനെയുള്ള സ്ഥലത്ത് ഓരോ വേഷം കെട്ടിയൊക്കെ ചെല്ലുന്നത്, ഒരു ഭയങ്കര നാണംകെട്ട പരിപാടി ആയതുകൊണ്ട് അതിനെക്കുറിച്ച് പറഞ്ഞെന്നുള്ളതാണ്. അപ്പോൾ ഇങ്ങനത്തെ ഒരു വീഡിയോ കണ്ടിട്ടാണല്ലോ ഈ സാധനം വരുന്നത്. അപ്പോൾ ഏഷ്യാനെറ്റിൻ്റെ വാർത്തയാണ് ഏറ്റവും വലിയ രസകരമായത്. ഈ പറഞ്ഞ പോലെ ഈ പറഞ്ഞ ആൾ ഒളിവിൽ പോയി. പിറ്റേ ദിവസം രാവിലെ ഞാൻ സ്റ്റേഷനിൽ ഹാജരായി കഴിഞ്ഞാൽ പിന്നെ ലോക്കപ്പിലേക്കാണ് ഇടുന്നത്. ഈ ലോക്കപ്പിലേക്ക് ഇടുക എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ പോലെ മുങ്ങിപ്പോയവന്മാരെ പൊക്കി കഴിയുമ്പോൾ പോലീസ് അറസ്റ്റ് ചെയ്ത് ചേസ് ചെയ്ത് ഊർജിതമായ അന്വേഷണത്തിന് ശേഷം അങ്ങനെ അറസ്റ്റ് ചെയ്യുമ്പോഴൊക്കെയാണ് ഈ ലോക്കപ്പിൻ്റെയൊക്കെ ആവശ്യം വരുന്നത്. അല്ലെങ്കിൽ ലോക്കപ്പിലിടേണ്ട ആവശ്യമില്ല, ഞാൻ അങ്ങോട്ട് ചെന്നാൾ ഇനി എന്തിറങ്ങി ഓടാനാ. അപ്പോൾ എനിക്കും അറിയാമല്ലോ ഈ പറഞ്ഞ പോലെ ഇത് ഇന്ന പോലെ ബെയിലബിൾ ഒഫൻസ് ആണെന്നും 2 സ്റ്റേഷൻ ജാമ്യത്തിനുള്ള ആളെ കൂടെ കൊണ്ടുപോയാൽ മതി. അപ്പോൾ അതിന് പോയി ഒളിച്ചിരിക്കേണ്ട ആവശ്യം ഒന്നാമത് ബോധമുള്ള ഒരു മനുഷ്യർക്കും ഇല്ല. ഇത് കണ്ടാൽ പക്ഷേ സാധാരണക്കാർക്ക് മനസ്സിലാകത്തില്ല. അതാണ് ഈ ഏഷ്യാനെറ്റുകാരുടെ പരിപാടി. പിറ്റേ ദിവസം രാവിലെ ഈ ഏഷ്യാനെറ്റ് പറയുന്നു തിരുവല്ലയിലുള്ള അജു അലക്സിന്റെ വീട്ടിൽ നിന്നും അജു അലക്സിനെ അറസ്റ്റ് ചെയ്തു. അവിടെ സ്ക്രിപ്റ്റ് പൊട്ടി. ഇതിപ്പോൾ ഏതോ മണ്ടന്മാരിൽ എഴുതുന്ന സ്ക്രിപ്റ്റ് ആയതുകൊണ്ട് പറ്റുന്നതാണ്. അപ്പോൾ ഒത്തിരി ബോധമുള്ള ആർക്കാളും മനസ്സിലാവും ഒളിവിൽ പോയ ഒരാളെ ഊർജിതമായി കേരളം മുഴുവൻ അന്വേഷിച്ചത് SHO തിരുവല്ല CI. കേരളം മുഴുവൻ അന്വേഷിച്ച് കഴിഞ്ഞാൽ മനസ്സിലായി കേരളത്തിലെങ്ങും ഇയാളില്ല, കേരളത്തിൽ മറ്റൊരിടങ്ങളിലും ഇല്ല, അയാളെ വീട്ടിൽ തന്നെ കാണുമെന്ന് പറഞ്ഞ് രാവിലെ ആയി മനസ്സിലായോ. രാത്രി കാണാതെ അയാളെ ഊർജ്ജം അന്വേഷിച്ച് രാവിലെ 8 മണിയായപ്പോൾ അയാളെ വീട്ടിൽ ചെന്ന് പൊക്കിയെന്ന്. വീട്ടിലുള്ളിരിക്കുന്ന അതിബുദ്ധിമാനായ ഒരു ഒളിവിലെ ഓർമ്മകൾ എന്നൊക്കെ പറഞ്ഞ് കഥയൊന്നും എഴുതാൻ എനിക്കിപ്പോൾ സൗകര്യമില്ല, അതുകൊണ്ട് വീഡിയോ ഉണ്ടാക്കാന്ന് വെച്ചാൽ ഒളിവിലെ ഊളത്തരങ്ങൾ. അപ്പോൾ അങ്ങനെ വളരെ ബുദ്ധിപൂർവ്വം അവരത് ചെയ്യുന്നു. പിന്നെ എന്നെ ലോക്കപ്പിൽ ഇടാൻ പറ്റി എന്നുള്ളതാണ് അവരുടെ ഏറ്റവും വലിയ ക്രെഡിറ്റ് ആയിട്ട് എനിക്ക് തോന്നുന്നത്. കാരണം ലോക്കപ്പിൽ നിൽക്കുന്ന ഫോട്ടോസ് പോലീസുകാർ തന്നെയാണ് ഫോട്ടോ എടുക്കുന്നത്, പുറത്തുനിന്നൊന്നും വന്ന് എടുത്ത് വരുന്നതല്ല. 4-5 പോലീസുകാർ ഈ ഫോട്ടോ എടുത്തത് 5 എണ്ണവും ഓൺലൈനിൽ കിടന്ന് കറങ്ങുന്നത്. അത് ഞാൻ പിന്നെ ഇറങ്ങി കഴിഞ്ഞപ്പോഴാണ് കാണുന്നത്. അത് കഴിഞ്ഞ് പിന്നെ ഭയങ്കര പ്രൊസീജിയേഴ്സ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നടത്തുന്നു, ഭയങ്കര കേസന്വേഷണം. ഈ കേസന്വേഷണം തോക്കും കൊണ്ട് വന്നെടുത്തോ അല്ലെ വേറെ പലയിടത്ത് ഇവർക്ക് ചെയ്യാനൊന്നും പറ്റത്തില്ല. പിന്നെ ഇതുപോലത്തെ ഒരു ഫോട്ടോ എൻ്റെ മാത്രമേ ഞാൻ കണ്ടുള്ളൂ. അതിന് മുമ്പ് മറ്റേ പൊളിസാനത്തിൻ്റെ ഒരു പ്രാവശ്യം കണ്ടിട്ടുണ്ട്, പക്ഷെ അത്ര പോരാ. ഇതാണ് കുറച്ചുകൂടെ രസമുള്ള ഫോട്ടോ. ഈ കഴിഞ്ഞ ദിവസം മേജർ രവിയെ അറസ്റ്റ് ചെയ്തു. ഈ ഇപ്പോൾ വീണ്ടും 2 കേസായി. ഒന്ന് ഏതോ വാർത്താ അവതാരികയെ അപമാനിച്ചെന്ന് പറഞ്ഞുകൊണ്ട് ഇന്ന് മേജർ രവിക്കെതിരെ അടുത്ത കേസ്. ജാമ്യമില്ലാ വകുപ്പിട്ട് 12 ലക്ഷം രൂപ തട്ടിപ്പ് നടത്തിയെന്ന് വേണ്ടൊക്കെ പറഞ്ഞുകൊണ്ട് അടുത്ത കേസ്. ഇതൊക്കെ ഇങ്ങനെ വാർത്തകൾ വരുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ നടക്കുമ്പോഴും മേജർ രവിയുടെ ഒന്നും ഫോട്ടോ ഇങ്ങനെയൊന്നും കാണുന്നില്ല. അത് പിന്നെ പറയുമല്ലോ, ചെയ്യുമല്ലേ അല്ലേ. പറയുന്നതാണ് കുറ്റം. പറയുന്ന അത്രയും വലിയൊരു കുറ്റം കേരളത്തിൽ ഇപ്പോൾ കണ്ടുപിടിക്കുന്നില്ല. വളി എന്ന് പറയുമ്പോൾ വലിയ കുറ്റം. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള പോലത്തെ വലിയ വലിയ അന്വേഷണങ്ങൾ നടത്തുന്ന ഭയങ്കരമായ ഉദ്യോഗസ്ഥന്മാരൊക്കെ ഇവിടെ ഒരുപാടുണ്ട്. അങ്ങനെ എല്ലാ പോലീസുകാരും മോശക്കാരെന്നൊന്നും പറയാൻ പറ്റത്തില്ല. കാരണം എനിക്കറിയാവുന്ന ഒത്തിരി പോലീസുകാർ നല്ല പോലീസുകാരുണ്ട്. അപ്പോൾ അത് പോലീസിന് മൊത്തം നാണക്കേടാകത്തില്ല. ഇത് പൊതുവെയുള്ളൊരു പ്രശ്നമാണ്. നിങ്ങൾ നിയമത്തിൽ വിശ്വസിക്കുന്നുണ്ടോ, കോൺസ്റ്റിറ്റ്യൂഷനിൽ വിശ്വസിക്കുന്നുണ്ടോ, ആർമിയെ വിശ്വസിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒറ്റയടിക്ക് ഇപ്പോൾ ഏതെങ്കിലും ഒരു സ്ഥലത്ത് ഇതിനകത്ത് പ്രവർത്തിക്കുന്ന മനുഷ്യരാരെങ്കിലും എന്തെങ്കിലും തെറ്റുകുറ്റങ്ങൾ ചെയ്താൽ അതിനെ ചൂണ്ടിക്കാണിക്കുമ്പോൾ അത് മൊത്തത്തിൽ ആർമി ആക്ഷേപിക്കലാണ് എന്ന രീതിയിൽ വാർത്തകൾ അടിച്ചുവിടുക. അതൊക്കെ ഒരു എന്താ പറയണ്ടേ, ഇവരുടെയൊക്കെ ഒരു പ്രശ്നമായത്. ഇവർക്ക് ജീവിക്കാൻ വേണ്ടിയിട്ട് വക കണ്ടെത്താൻ വേണ്ടി ഇങ്ങനെയുള്ള ഓരോ കഥകൾ എഴുതി ജീവിക്കുന്നവരെ ഇപ്പോൾ ഇവിടെ ഉള്ള മാധ്യമ പ്രവർത്തകരിൽ ചിലർ, എല്ലാവരും അങ്ങനെയാണെന്ന് അവിടെയും നമുക്ക് പറയാൻ പറ്റത്തില്ല. അപ്പോൾ അതൊരു ജീവിത പ്രശ്നമാണ്. അപ്പോൾ ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ പറയുന്നത് കണ്ടില്ല. ഇപ്പം ഞാനെന്താ അവിടെ പറഞ്ഞ എന്താണ് ഇവിടെ ഞാൻ പറഞ്ഞ കാര്യം, ഈ കേസ് ഉണ്ടാകുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചൊരു വീഡിയോ ആണ്.
ഈ വീഡിയോയിൽ ഞാൻ പറഞ്ഞത് ഈ പറഞ്ഞ മോഹൻലാൽ, മേജർ രവി എന്നീ 2 പേരും അവിടെ ഈ ആർമിയുടെ യൂണിഫോം ഒക്കെ ഇട്ടിട്ട് ഇതുപോലൊരു ദുരന്തബാധിത പ്രദേശത്ത് ചെന്ന് നിന്ന് അവിടുത്തെ കൃത്യനിർവഹണത്തിന് വരെ തടസ്സം വരുത്തിയിട്ട് ഒരുപാട് സമയം വേസ്റ്റ് ആക്കി പട്ടാളക്കാർ അവിടെ നിന്ന് തിരിഞ്ഞു കളിക്കുന്നു. 30 പേരോളം ചുറ്റും കൂടുന്നു. അവിടെ ഉണ്ടായിരുന്ന പ്രവർത്തനങ്ങൾ ശരിക്കും പറഞ്ഞാൽ ഒരു 3 മണിക്കൂറിന് മുകളിൽ ഈ ഒരാൾ വന്നതിന്റെ പേര് നഷ്ടമായിട്ടുണ്ട്. ആ നഷ്ടമാകുന്നത് എന്ന് പറഞ്ഞാൽ പലരുടെയും ജീവൻ രക്ഷിക്കാനുള്ള സമയമാണ് നഷ്ടമായിരിക്കുന്നത് എന്നൊക്കെയാണ് ഞാൻ വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളത്. അതുകൂടാതെ ഈ ഒരു കേണലോ മേജറോ ആരും ആകട്ടെ, ആരും ഒരിടത്തും പോയി നിന്നുകൊണ്ട് ഒരു ട്രസ്റ്റിന്റെ പേര് പറയുക, ആ ട്രസ്റ്റിൽ നിന്ന് 3 കോടി അനൗൺസ് ചെയ്യുക എന്നൊക്കെ പറയുന്നത് ഇങ്ങനെ ഒരു പ്രദേശത്ത് നിന്ന് ചെയ്യേണ്ട ഒരു കാര്യമല്ല. മിലിറ്ററി വേഷമാണോ ഇട്ടത്, അതോ ഇനി വേറെ എന്തെങ്കിലും ഫാൻസി ഡ്രസ് ആണോ എന്നൊന്നും നമുക്ക് അറിയേണ്ട കാര്യമല്ല. പക്ഷെ എങ്കിൽ പോലും ഇത് കേണലാണെങ്കിലും കേണലല്ലെങ്കിലും ഇങ്ങനൊരു സ്ഥലത്ത് ഇങ്ങനെയുള്ള സമയത്ത് ചെന്ന് കയറാൻ പാടില്ല. അത് എല്ലാവരും മനസ്സിലാക്കേണ്ട കാര്യമാണ്. സഹായിക്കാനാണെന്ന് പറഞ്ഞ പോലെ ചെന്ന് കയറിയാൽ അത് അവർക്കൊരു ബുദ്ധിമുട്ടായിരിക്കും. അവർ റിക്വസ്റ്റ് ചെയ്തിട്ട് ചെല്ലുവാണെങ്കിൽ ഓക്കെ, അങ്ങനെ റിക്വസ്റ്റ് ചെയ്ത് വരുത്തുന്ന ആൾക്കാർ ഇങ്ങനെയുള്ളവരല്ല. ഇതേപോലെ ഡിസാസ്റ്റർ മാനേജ്മെന്റിൽ എക്സ്പേർട്ട് ആയിട്ടുള്ള ആൾക്കാരൊക്കെ അവിടെ മിലിറ്ററി പ്രത്യേകം വിളിച്ച് വരുത്തും. അതാണ് നമ്മൾ മറ്റേ ലോറി മിസ്സായ സമയത്ത് ഒരു റിട്ടയർഡ് ഉദ്യോഗസ്ഥൻ വരുന്നുണ്ട്. അദ്ദേഹം വന്നു കഴിഞ്ഞിട്ട് അവിടെ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ 3 സ്റ്റീൽ സാധനങ്ങളാണ് ഈ റോഡിൽ നിന്ന് മിസ്സായിരിക്കുന്ന. ഒന്ന് റെയിലിങ്സ്, ഈ എന്താ പറയുക, ബാരിക്കേഡ് പോലെ എന്ത് ചെയ്യത്തില്ലേ, ക്രാഷ് ബാരിയർ, അത് ഈ റോഡ് സൈഡിലുള്ള ഒന്ന്, പിന്നെ ഒരു ടവർ, പിന്നെ ഈ ലോറിയുടെ ഹെഡ്. അത് ഇന്ന സ്ഥലങ്ങളിൽ 3 ഈ പറഞ്ഞ സിഗ്നൽസ് കിട്ടിയിട്ടുണ്ട്. അവിടെ തന്നെ തെരച്ചിൽ തുടരുന്നു. ഇത്ര നേരം കൊണ്ടൊക്കെ കണ്ടെത്താൻ സാധിക്കും എന്ന് അയാൾ മീഡിയയോട് പറയുന്നുണ്ട്. അതാണ് ഒരു യഥാർത്ഥ ആൾ വന്നാൽ ചെയ്യുന്നത്. അതേസമയം ഈ പറഞ്ഞ 2 പോയിട്ട് നമ്മുടെ കേണലിനോട് ചോദിച്ചപ്പോൾ കേണൽ പറയാം 3 കോടി രൂപ കൊടുക്കാമെന്ന്. ഇത് പറയാനാണെങ്കിൽ ലോകത്തിന്റെ ഏത് മൂലയ്ക്ക് നിന്നും പറയാം. അതിന് അവിടെ വരെ ചെല്ലേണ്ട ആവശ്യമില്ല. ഒന്നാമത് മാത്രമല്ല, ഇങ്ങനെ ഒരു ദുരന്ത ഭൂമി നിന്നുകൊണ്ട് സെൽഫി എടുക്കുക, ഫോട്ടോഷൂട്ട് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഇത് ഞാൻ പറയാം ലോകത്ത് ആദ്യമായിട്ട് സംഭവിച്ചൊരു സംഭവമാണ്. അതിന്റെ സിവിയറിറ്റി എന്ന് പറയുന്നത് അത്രയ്ക്കാണ്. ലോകത്ത് ഇതിനു മുമ്പ് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല. ഇത് ശരിക്കും പറഞ്ഞാൽ ഈ പറഞ്ഞ ടെറിട്ടോറിയൽ ആർമി ആയിക്കോട്ടെ, ഇന്ത്യൻ മിലിറ്ററി എവിടെയൊക്കെ ആണെങ്കിൽ ഇത് അറിയിക്കേണ്ട വിഷയമാണ് ശരിക്കും പറഞ്ഞാൽ. അതായിരുന്നു ചെയ്യേണ്ടതെന്ന് എനിക്കിപ്പോൾ തോന്നുന്നു. അവിടെ മാത്രമല്ല UN-ലും അറിയിക്കണം. കാരണം ലോകത്ത് ആദ്യമായിട്ടല്ല ഇങ്ങനെ റെസ്ക്യൂ ഓപ്പറേഷൻ ഇടയിൽ, ജീവൻ രക്ഷിക്കുന്ന പ്രവർത്തനത്തിനിടയിൽ അങ്ങനെ വന്ന് ജോലി ചെയ്യുന്നവരുടെ ഇടയിൽ ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത്. അതൊരു ലോകത്ത് സംഭവിച്ചിട്ടില്ല. നിങ്ങൾ ഇതിനു മുമ്പ് എവിടെയെങ്കിലും നോക്കി ഒരിടത്ത് സംഭവിക്കത്തില്ല, സംഭവിച്ചിട്ടില്ല. ഇത് ആദ്യമായിട്ട് സംഭവിക്കുന്നതാണ്. അതിന് പൂർണ്ണ ഉത്തരവാദിത്വം ഉള്ളവരെന്ന് പറയുന്നത് അവിടെ നിൽക്കുന്നവരാണ്. മനസ്സിലായില്ല. ഇതിനെപ്പറ്റി വാർത്താ മാധ്യമങ്ങളിൽ വാർത്ത വരുമ്പോൾ അത് കണ്ടിട്ട് കമന്റ് പറയുന്ന ആളൊന്നുമല്ല. അപ്പൊ അങ്ങനെ കമന്റ് പറഞ്ഞ ഒരാളുടെ വാക്കുകളിൽ നിന്നും എവിടെ ഇത്രയും വലിയൊരു എന്താ പറയണ്ട വീഡിയോയ്ക്കകത്ത് നിന്ന് 2 വാക്ക് സെലക്ട് ചെയ്തിട്ട് അത് മാത്രമേ ഞങ്ങൾ കേട്ടുള്ളൂ, അത് മാത്രമേ ഞങ്ങൾക്ക് അറിയത്തുള്ളൂ എന്ന് പറയുന്നത് അത് കേട്ടിരുന്നവരുടെ കുറവായിട്ട് എനിക്ക് തോന്നുന്നു. കാരണം അവർക്ക് വേറെ ഒന്നും മനസ്സിലാവുന്നില്ല. അതുകൊണ്ടായിരിക്കാം ചിലപ്പോൾ ഇത് മനസ്സിലാകാത്ത ഈ അമ്മയുടെ സെക്രട്ടറിയോ ആണ്ടായിട്ട് ഈ കഴിഞ്ഞിടയ്ക്ക് കണ്ട് കയറി പറ്റിയ ഒരു വില്ലൻ റോളും കോമഡി റോളും ഒക്കെ ചെയ്തുകൊണ്ടിരുന്ന ഏതൊരു നടൻ, സിദ്ദിഖ് എന്ന് പറഞ്ഞ നടൻ, അതെ, ആ മോഹൻലാൽ എന്ന് പറഞ്ഞ സുഹൃത്തിന് ബുദ്ധിമുട്ടുണ്ടായെന്നും പറഞ്ഞുകൊണ്ട് ഈ കേസ് കൊടുക്കുന്നത്. ഇതിനകത്തൊരു കോമഡി ഉണ്ട്. ഈ സ്ക്രിപ്റ്റിനകത്ത് വേറൊരു പ്രശ്നം സംഭവിച്ചു. അതിനിടയ്ക്ക് ഒരു ട്വിസ്റ്റ് ഉണ്ടായി. അപ്പോൾ ഇങ്ങനെ ഉള്ളൊരു സമയത്ത് ഈ നടൻ എന്തിനാണ് കേസ് കൊടുക്കുന്നത് എനിക്കറിയത്തില്ല. അയാളുടെ പ്രശ്നം എന്താണെന്ന് ചോദിക്കുമ്പോൾ അയാൾ പറയുന്നത് സഹപ്രവർത്തകനാണ്, അയാൾക്ക് ഭയങ്കരമായ ബുദ്ധിമുട്ടുണ്ടായി, അയാൾ വിഷമിച്ചു എന്നൊരു കാര്യം പറയുന്നുണ്ട് ഇയാൾ ഇൻ്റർവ്യൂവിൽ മാത്രമല്ല. ഇപ്പോൾ അടുത്ത ദിവസങ്ങളിൽ ഏതോ സിനിമയുടെ പ്രൊമോഷനൊക്കെ വന്നപ്പോൾ അവിടെ ഇരുന്ന് പ്രസ് മീറ്റിൽ പുള്ളി പറയുകയാണ്, അപ്പോൾ അങ്ങനെയുള്ള പ്രവണതകൾ നമുക്ക് നടക്കത്തില്ല, മറ്റേതാക്കാൻ പറ്റില്ല. അതെ, അപ്പോഴും ഇയാൾക്ക് മറ്റേത് മനസ്സിലായിട്ടില്ല. അത്തരം പ്രവണതകൾ ഇല്ലാണ്ടാക്കുന്നതാണ് രാജ്യത്തിനും മനുഷ്യനും മൊത്തത്തിൽ നല്ലത്. അത് അവഗണിച്ചിട്ട് അയാൾ ഞാൻ പറഞ്ഞ വീഡിയോയ്ക്കകത്തുനിന്ന് 2 വാക്കും ചെകഞ്ഞ് അയാളുടെ ബുദ്ധിയാണ്, ഓരോരുത്തർക്ക് ഓരോ ബുദ്ധി ഉണ്ടല്ലോ, അതിനനുസരിച്ചൊക്കെ ചിന്തിക്കാൻ പറ്റത്തുള്ളൂ എന്നൊക്കെ ഉള്ള അവസ്ഥയാണ്. ഇതൊക്കെ ഒരു ഭയങ്കര അവസ്ഥകളാണ്. അപ്പോൾ കേരളത്തിൽ ഇങ്ങനെ വലിയ തലപ്പൊക്കി എടുത്തുകൊണ്ട് നടക്കുന്ന ഇതൊക്കെ ഭയങ്കര സംഭവമാണെന്ന് വിചാരിച്ചിരിക്കുന്നവരൊക്കെ മനസ്സിലാക്കാൻ പറയും. ഇതൊന്നും വലിയ ആൾക്കാരൊന്നും അല്ല, ഇവർക്ക് കാര്യങ്ങളൊന്നും മനസ്സിലാകുന്നില്ല. എന്നിട്ട് സിദ്ദിഖ് പറയുന്നത് അയാൾക്ക് അവിടെ പോകണമെന്നുണ്ടാകുന്നത് ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ വലിഞ്ഞു കയറി ചെല്ലരുതെന്ന് ഏതൊരു കൊച്ചുകുട്ടിയോടൊന്ന് പഠിപ്പിക്കുന്നതല്ലായിരിക്കും സ്കൂളുകളിലൊക്കെ. അവിടെ അങ്ങനെ ചെല്ലാൻ പാടില്ല. അവിടെ നടക്കുന്ന പണി എന്ന് പറയുന്നത് അവിടെ എക്സിബിഷനോ അല്ല കാർണിവലോ ഒന്നും അല്ല നടക്കുന്നത്. മനസ്സിലായില്ലേ? അവിടെ രക്ഷാപ്രവർത്തനം തന്നെ ജീവൻ രക്ഷിക്കാനുള്ള പ്രവർത്തനമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അങ്ങോട്ട് വലിഞ്ഞു കയറി ചെല്ലരുത്. ഞാൻ ഇപ്പോഴും പറയുകയാണ് എല്ലാവരോടും, ഇനി മേലിൽ ഇതാരും ആവർത്തിക്കരുത്. മനസ്സിലായില്ലേ? അങ്ങനെ ഒരു കാര്യം പറയുമ്പോൾ നമുക്ക് കുറച്ച് കാര്യമായിട്ട് തന്നെ പറയേണ്ടി വരും. ചിലപ്പോൾ ഈ രീതികളൊക്കെ മാറിയിരിക്കും. അങ്ങ് തമാശയായിട്ട് പറയാൻ പറ്റുന്ന കാര്യമല്ലത്. മനസ്സിലായി? നാളെ ഇവിടെ ഭീതിയിൽ ജീവിക്കുന്ന ഒരാളാണ് ഞാനും. ഫ്ലഡ് എപ്പോഴാണ് വരുന്നത് നമുക്കറിയത്തില്ല. ഒരു സുപ്രഭാതത്തിൽ വെള്ളം പൊങ്ങി അങ്ങോട്ട് മുങ്ങി കഴിയുമ്പോൾ ഇതേപോലെ തന്നെ ഞാൻ അവിടെ ഏതെങ്കിലും കോൺക്രീറ്റ് ഇടയിൽ പെട്ട് കിടക്കുമ്പോൾ ഇങ്ങനെ കാണുന്ന കാഴ്ചയെന്ന് പറഞ്ഞാൽ കുറേ രക്ഷാപ്രവർത്തകർ എന്നെ രക്ഷിക്കാനായിട്ട് അവരെ പരിശ്രമം നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ എനിക്ക് ശബ്ദിക്കാൻ പോലും പറ്റാത്ത അവസ്ഥ കിടക്കുമെന്ന് കരുതുക. അപ്പോൾ ഈ പറഞ്ഞ പോലെ അങ്ങനത്തെ ഒരു അവസ്ഥയിൽ അവിടെയൊക്കെ വന്ന് ഇതേപോലെ നടൻ വരികയും ആ നടന് ചുറ്റും എന്നെ രക്ഷിക്കാൻ കൂടിയവരെല്ലാം വട്ടം കൂടുകയും അയാളെ രക്ഷിക്കാനോ സംരക്ഷിക്കാനോ വേണ്ടി ചുറ്റും കൂടുന്നു. അവിടെ നിന്ന് ഫോട്ടോഷൂട്ടൊക്കെ കാണുന്ന എനിക്കൊരു മാനസികാവസ്ഥ എന്ന് പറയുന്ന സാധനത്തിലൂടെ നമ്മൾ ചിന്തിക്കണം. അതൊരു പെർസ്പെക്റ്റീവാണ്. ഇനി മറ്റൊരു പെർസ്പെക്റ്റീവ് എന്ന് പറഞ്ഞാൽ ഇതേ സ്ഥലത്ത് തൻ്റെ കുഞ്ഞിനെ നഷ്ടപ്പെട്ട ഒരു മാതാവോ പിതാവോ ഉണ്ടെന്ന് കരുതുക, അല്ലെങ്കിൽ ഒരു സഹോദരൻ ഉണ്ടെന്ന് പറയുക, അല്ലെങ്കിൽ മാതാപിതാക്കളെ രക്ഷപ്പെട്ടൊരു കുഞ്ഞ് അവിടെ നിന്ന് കാണുന്നുണ്ടെന്ന് വിചാരിക്കുക. അപ്പോൾ ഈ പറഞ്ഞ പോലെ രക്ഷാദൗത്യത്തിൽ ഏർപ്പെട്ടിരുന്നവരുടെ ഇടയിലേക്ക് അവിടുത്തെ ഒരു മഹാനടനാണെന്ന് പറഞ്ഞാൽ വരുമ്പോൾ അയാളുടെ കുഞ്ഞിനെ തിരഞ്ഞുകൊണ്ടിരുന്നവരെ കാണുന്നില്ല, അല്ലെങ്കിൽ മാതാപിതാക്കളെ തിരഞ്ഞുകൊണ്ടിരുന്നവർ ഇപ്പുറത്ത് വട്ടം കൂടി നിന്ന് ഈ പറഞ്ഞ പരിപാടികളൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ട് പറയുകയാണ്
3 കോടി ഏതോ ട്രസ്റ്റിന്റെ പേരൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു അഡ്വർടൈസ്മെന്റ് പോലെ അവിടെ നിന്ന് 3 കോടി കൊടുക്കാം എന്നൊക്കെ പറയുന്നത് കേട്ടാൽ അവർക്കൊരു വികാരമുണ്ട്, മനസ്സിലാവുന്നുണ്ട് എന്താണെന്ന്. ഇതൊന്നും ഇവർക്ക് മനസ്സിലാകത്തില്ല. കാരണം ഇവർക്കത് മനസ്സിലാക്കാനുള്ള ബുദ്ധിയൊക്കെ പണ്ടേ നശിച്ചു, മനസ്സിലായില്ല. എല്ലാവരും അങ്ങനെ ചെയ്യത്തില്ല, അങ്ങനെ പോകാൻ തോന്നത്തില്ല. അതിനെ നമ്മൾ എന്താണെങ്കിലും പറഞ്ഞതിനകത്ത് എവിടെ തെറ്റെന്ന് എനിക്കറിയത്തില്ല. അപ്പോൾ അങ്ങനെയുള്ളൊരു സ്ഥലത്ത് ഇതിനകത്ത് 3 കോടി കൊടുക്കാമെന്ന് അവിടെ നിന്ന് പറയാന്നതിന്റെ കുഴപ്പം എന്നറിയോ? അവിടെ നടക്കുന്നതിനകത്ത് അവിടെ വേണ്ടത് ജീവൻ രക്ഷിക്കുക എന്നുള്ളതാണ്, അല്ലാതെ പൈസ കൊടുക്കുക എന്നുള്ളതല്ല. അത് ആദ്യം മനസ്സിലാക്കണം. ഇവിടെ ഉള്ളവർ പറയുന്നത് എൻ്റെ കയ്യിലുണ്ടോ, അവന് അയാൾ അത്രയും കൊടുത്തില്ല ഇയാൾ അത്രയും കൊടുത്തില്ല എന്നൊക്കെ പറയുന്നവർക്ക് മനസ്സിലാകാൻ വേണ്ടി പറയുക. മരിച്ചവർക്ക് പണം വേണ്ട, പക്ഷെ ജീവിച്ചിരിക്കുന്നവൻ അവിടെ നോക്കിയിരിക്കുന്നത് ആരെയാണെന്നെങ്കിലും മനസ്സിലാക്കാനുള്ള ഒരു സാമാന്യ ബുദ്ധി ഇല്ലാത്തവരാണ് ഇതൊക്കെ സംസാരിക്കുന്നത്, മനസ്സിലായോ? അപ്പോൾ അങ്ങനെയുള്ള പല കാര്യങ്ങളും ഇതിനകത്തുണ്ട്. കാര്യങ്ങളെ അവഗണിച്ചിട്ട് 2 വാക്കിൽ കേസ് കൊടുക്കുമ്പോൾ ആ വീഡിയോ കണ്ടിട്ട് ഏത് പോലീസ് ഏമാനാണെന്ന് അറിയത്തില്ല, കേസ് എടുക്കുന്നുണ്ട്, FIR ഇടുന്നുണ്ട്. എന്നിട്ട് എന്നെ എന്താ പറയണ്ടേ, ഈ പറഞ്ഞ പോലെ അറസ്റ്റ് ചെയ്യിക്കാനും പിന്നെ അതുപോലെ തന്നെ അബ്സ്കോണ്ടിങ് ആക്കാനും ശ്രമിക്കുന്നുണ്ട്. ഇതെല്ലാം കഴിഞ്ഞിട്ട് ഫോട്ടോ പ്രചരിപ്പിക്കുന്നു ഫേസ്ബുക്കിലും അല്ലാതെ സോഷ്യൽ മീഡിയയിലെല്ലാം. ദേ കിടക്കുന്നു പ്രതി എന്നുള്ള രീതിയിൽ കുറച്ച് ഫോട്ടോ ഒക്കെ എടുത്ത് പ്രചരിപ്പിക്കാൻ കാണിച്ച ആ ഒരു എന്താ പറയണ്ടേ, അതിനെന്താ പറയുന്നത്, ആ ഒരു അത് എന്തോ അതിനെ നമുക്ക് പറയാൻ വാക്കുകളൊന്നും കാണത്തില്ല ആ പരിപാടി എന്താന്ന്. അപ്പൊ അങ്ങനെയൊക്കെ ചെയ്ത് കാണിച്ചു കഴിഞ്ഞപ്പോ അവർക്ക് ഇനിയും മനസ്സിലായിട്ടില്ല എന്നുള്ളത് പിന്നീടും ഈ പറഞ്ഞ പോലത്തെ സിദ്ദിഖിന്റെ ഒക്കെ ഈ സംസാരത്തിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റും. അയാള് പ്രസ് മീറ്റിന് ഒരു സംഘടനയുടെ നേതൃസ്ഥാനത്തിരിക്കുന്ന ഒരു വ്യക്തി ഈ പറഞ്ഞ കുറ്റാരോപിതനായ എന്നെ വിളിക്കുന്നത് കുറ്റവാളി എന്നാണ്. അയാൾ സംസാരിച്ചുകൊണ്ടിരുന്നപ്പോൾ കുറ്റവാളി എന്ന് പറഞ്ഞിട്ട് അയാൾക്കൊരു ചെറിയൊരു സംശയം തോന്നി. എന്നിട്ട് അയാൾ തിരുത്താതെ വീണ്ടും പറയാൻ കുറ്റവാളി എന്ന് തന്നെ വിളിക്കണം എന്നൊക്കെ പറയാം. നിരന്തരമായി മോഹൻലാലിനെതിരെ പോസ്റ്റ് ഇടുന്നത്, നിരന്തരമായി മോഹൻലാൽ പല മണ്ടത്തരങ്ങൾ കാണിക്കുന്നുള്ളത് അവഗണിച്ചിട്ട് എങ്ങനെയാ പറയുന്നതെന്ന് എനിക്കറിയത്തില്ല. ഓരോ പ്രാവശ്യം ഇയാളൊക്കെ എന്തെങ്കിലും ഇത്തിരി പരിപാടി കാണിക്കുമ്പോഴാണ് പറയുന്നത്. ഇപ്പൊ കൊറോണ വൈറസിനെ വീട്ടിലുള്ള കൊറോണ വൈറസുകളെ വിളക്ക് കത്തിച്ച് കൊല്ലുന്ന ഒരാളെ കണ്ടാൽ ഞാൻ അയാളെ തടയണ്ടേ? ഇതല്ല, ഇങ്ങനെയൊന്നും അല്ല ഈ വൈറസ് ഇല്ലാണ്ടാവുന്നതെന്ന് അയാളോട് പറഞ്ഞു കൊടുക്കണ്ടേ? അങ്ങനെയുള്ള സാഹചര്യങ്ങളിലൊക്കെ തന്നെയാണ് ഈ പറഞ്ഞ പലരെ പറ്റിയും പോസ്റ്റ് ഇടാറ്. അപ്പൊ അതിനകത്ത് നാണക്കേട് ഉണ്ടാകുന്നത് ഞാൻ പറയുന്നത് കൊണ്ടല്ല, ഇവരുടെ പ്രവൃത്തിയിൽ തന്നെ ആ നാണക്കേട് ഉണ്ടായിട്ടുണ്ട്. അവിടെ മിലിറ്ററി അപമാനിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ ആര് കാരണമാണ് അപമാനിക്കപ്പെട്ടതെന്ന് ചിന്തിക്കുന്നവർക്ക് മനസ്സിലാക്കാൻ പറ്റും. മനസ്സിലായി? അതിനകത്ത് കയറിയിട്ട് ഈ പൊട്ട സ്ക്രിപ്റ്റും കള്ള കേസും ഒക്കെ ആയിട്ട് വരിക എന്ന് പറഞ്ഞാൽ അത് എത്രത്തോളം ചീപ്പായിട്ടുള്ള ആൾക്കാർക്കാണ് ചെയ്യാൻ പറ്റുന്നത് നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കിയാൽ മനസ്സിലാവും അല്ലേ? ആർക്കാണെങ്കിലും മനസ്സിലാവുന്നതാണ് എനിക്ക് തോന്നുന്നത്. അപ്പൊ അവർ അവഗണിക്കുന്നത് മൊത്തം ഒരു സീരിയസ് ആയ ഒരു ലോകത്ത് തന്നെ ആദ്യമായിട്ട് സംഭവിച്ചൊരു കാര്യത്തെപ്പറ്റി ഒരാൾ കമന്റ് പറയുന്നതിനെയാണ്. മനസ്സിലായി? അതിനകത്ത് 2 വാക്കുകൾ, 2 വാക്ക് അവർക്ക് മനസ്സിലായില്ല. ബാക്കി ഒന്നും മനസ്സിലാവുന്നില്ല. ഈ നടന്ന സംഭവം ഒന്നും മനസ്സിലായില്ലെന്ന്, കണ്ടിട്ട് മനസ്സിലായില്ല, പറഞ്ഞിട്ട് മനസ്സിലായില്ല, എത്ര പറഞ്ഞിട്ട് മനസ്സിലായില്ല, ഇപ്പോഴും മനസ്സിലാകാത്ത പോലെ ഇരിക്കുന്നു. ഇതിനകത്ത് വേറെ രസം ഉണ്ടായെന്ന് വെച്ചാൽ ഈ അന്വേഷണ ഉദ്യോഗസ്ഥന് ഈ മോഹൻലാലിനോട് എന്തോ അതിയായ താല്പര്യമുണ്ട്. ഭയങ്കര എന്നെ ഏതെങ്കിലുമൊക്കെ വകുപ്പ് ചുമത്തി ഇവനെ അകത്താക്കണമെന്ന് കണഞ്ഞ് പരിശ്രമിക്കുന്നു. അതിനിടയിൽ മോഹൻലാൽ എന്ന് പറയുന്ന ഈ മഹാനടൻ ഈ പറഞ്ഞ CA വിളിച്ച് സംസാരിച്ചെന്ന് അടുത്ത ദിവസം CA ഇന്റർവ്യൂ കൊടുക്കുന്നു. അതിനകത്ത് നോക്കിയപ്പോൾ പുള്ളി ലാൽ സാറെന്നും സിദ്ദിഖിക്ക വിളിച്ചിരുന്നു എന്നൊക്കെ കഴിഞ്ഞ ദിവസം കണ്ടെന്ന് പറയുന്നുണ്ട്. സിദ്ദിഖിക്ക എന്നൊക്കെ പോലീസുകാർ വിളിക്കുന്നവർ കാര്യങ്ങളാണ്. അപ്പൊ അങ്ങനെയൊക്കെ പിന്നെ കുഴപ്പമില്ല, മേജറിനെ അണ്ണാന്ന് വിളിക്കുന്നു, മേജറായ ആള് പറയുന്ന വാളിയ എന്നൊക്കെയാണ് ഇവരൊക്കെ തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ. അതെങ്ങനെയാണെന്ന് അറിയത്തില്ല. യൂണിഫോമിൽ നിന്നുകൊണ്ട് ഇങ്ങനെയുള്ള പദവികളിൽ നിൽക്കുമ്പോൾ ഓരോരുത്തർ അണ്ണ ആളിയ എന്നൊക്കെയാണ് വിളിക്കുന്നതെന്ന് എനിക്കറിയത്തില്ല. കാരണം ഞാൻ ഈ പദവികളിൽ ഇരിക്കുന്ന ആളല്ലല്ലോ. എന്നാൽ പോലും നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. പിന്നെ മേജർ രവിയുടെ ഇന്റർവ്യൂവിൽ മേജർ രവി പറയുന്നുണ്ട് അവർ ട്രസ്റ്റിന്റെ ഭാഗമായിട്ടാണ് പോയത്, ഇതിനകത്ത് മിലിറ്ററിയുടെ പേര് പുള്ളി പറയുന്നില്ല. അങ്ങനെ പറഞ്ഞാൽ പുള്ളിക്ക് മിലിറ്ററിയിൽ വേറെ പണി കിട്ടും, അതുകൊണ്ടായിരിക്കും പുള്ളി അങ്ങനെ അത് ഒതുക്കിയത്. അപ്പോൾ ഒരു ട്രസ്റ്റിന്റെ ഭാഗമായിട്ട് അതിനകത്ത് ഇങ്ങനെ വേഷം കെട്ടി കയറുകയും അവിടെ നിന്നുകൊണ്ട് അനൗൺസ് ചെയ്യുകയും ചെയ്തതിനകത്ത് ഫോട്ടോ എടുത്ത് എന്തിനാണെന്ന് ചോദിച്ചപ്പോൾ സെൽഫി എടുത്ത് എന്തിനാണെന്ന് ചോദിച്ചപ്പോൾ എന്നെയും ലാലിനെയും വിശ്വസിച്ച് പണം വയ്ക്കുന്നവരെ ബോധിപ്പിക്കാനാണെന്നൊരു മുടന്ത ന്യായം പറഞ്ഞു. ഇത്രയും വലിയ ന്യൂസ് കവറേജ് ഉള്ളിടത്ത് ഇനിയും മേജർ രവിയുടെ സെൽഫി എടുത്തെങ്കിലേ വിശ്വസിക്കത്തുള്ളൂ എന്ന് പറയുന്നവരുടെ അവസ്ഥ എന്താണെന്ന് എനിക്കറിയത്തില്ല. പിന്നെ എന്തെങ്കിലും കണക്ക് ബോധിപ്പിക്കാനാണെങ്കിൽ ഇതേ ഉള്ളൂ മാർഗം. ഇവർക്കെങ്കിൽ ഇവർക്ക് എന്ത് യോഗ്യതയാണ് ഇങ്ങനെ ഒക്കെ നിന്നുള്ള ഈ പറഞ്ഞ പോലത്തെ പൊസിഷനിൽ ഇരുന്ന് ഇന്മാര് പണി കാണിക്കാന്ന് ചോദിച്ചു പോകും. കാരണം ആരെങ്കിലും കണക്ക് ബോധിപ്പിക്കണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ നിന്ന് ഫോട്ടോ എടുക്കണം എന്ന് പറയുന്ന ഗതികേട് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? അവരുടെ സിസ്റ്റത്തിനകത്തുള്ള ഫെയിലിയർ നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ടോ? അതൊന്ന്. പിന്നെ ഞാൻ പറഞ്ഞു വന്നത്, മോഹൻലാൽ വിളിച്ചിരുന്നു, ലാൽ സാർ വിളിച്ചിരുന്നു, എനിക്ക് വളരെ സന്തോഷമായി. ലാൽ സാർ പറഞ്ഞത് അദ്ദേഹത്തിന് എന്ത് പറഞ്ഞാലും കുഴപ്പമില്ല, മിലിറ്ററി പറഞ്ഞതാണ് അദ്ദേഹത്തിന് വിഷമമായെന്ന്. അപ്പൊ സിദ്ദിഖ് പറയുന്നു മോഹൻലാലിന് വിഷമമായി, അതുകൊണ്ടാണ് പുള്ളി പരാതിപ്പെടുന്നതെന്ന്. മോഹൻലാൽ ഈ കേരളത്തിലുള്ള 3.5 കോടി ജനത്തിൽ ആരെ വേണമെങ്കിലും വിളിച്ച് ഇത് പറഞ്ഞിരുന്നെങ്കിലും കുഴപ്പമില്ല. മോഹൻലാൽ വിളിച്ചു പറഞ്ഞിരിക്കുന്നത് ഈ കേസ് അന്വേഷിക്കുന്ന അന്വേഷണ ഉദ്യോഗസ്ഥനാണ് വിളിച്ചു പറഞ്ഞത് ഇങ്ങനെ എനിക്ക് വിഷമമില്ലെന്ന്. അപ്പൊ ഇയാളെന്തിനാ ഇനി കേസ് അന്വേഷിക്കുന്നത്? എന്തിനാണ് കേസ്? അപ്പൊ സിദ്ദിഖ് എന്താണ് ഈ കാണിക്കുന്നത്? സിദ്ദിഖ് എങ്ങനെ മനസ്സിലായി മോഹൻലാലിന് വിഷമമായെന്ന്? മോഹൻലാൽ അവിടെ തന്നെ വിളിച്ചു പറഞ്ഞല്ലോ, വേറെ ആരോടും അല്ല പറഞ്ഞേക്കുന്നത്. അതേ സാധനം ഇന്റർവ്യൂവിൽ പബ്ലിക്കിൽ ഏഷ്യാനെറ്റിൽ വാർത്തയ്ക്കകത്ത് എടുത്തിട്ടേക്കുന്നത്. അതാണ് ഞാൻ പറഞ്ഞത്, ഇവരുടെ സ്ക്രിപ്റ്റിന് കുഴപ്പമുണ്ട്. ഏഷ്യാനെറ്റ് ചെയ്ത സ്ക്രിപ്റ്റ് ആണെങ്കിൽ അവരിങ്ങനെയുള്ള സ്ഥലത്തൊക്കെ ചെന്ന് ഓരോന്നൊക്കെ ചോദിക്കുന്നത് തെറ്റിപ്പോവുക. അപ്പൊ ഇത്രയും മണ്ടത്തരങ്ങൾ നിരനിര മണ്ടത്തരങ്ങൾ ചെയ്തു കൂട്ടി. ബെയിലബിൾ ഒഫൻസ് മാത്രമുള്ള ഒരാളെ പിടിച്ചിരുത്തി ഇത്രയും മാത്രം ലോക്കപ്പും ഭയങ്കരമായ അന്വേഷണവും നടത്തേണ്ട ആവശ്യം ശരിക്കും പറഞ്ഞാൽ ഈ കേസിലില്ല. മാത്രമല്ല ഇവരെന്താണ് അന്വേഷിക്കുന്നത്? യൂട്യൂബിലുള്ള വീഡിയോ അത് കണ്ടിട്ടുണ്ടായ എന്തോ ഒരു സംഭവമാണെങ്കിൽ പിന്നെ എന്തിനാണ് പുറത്തുപോയി വേറെയൊക്കെ തപ്പി എന്തെടുക്കാൻ പോകുന്നത്?
കലാപാഹ്വാനം ഉണ്ടെന്ന് പറഞ്ഞിട്ട് യൂട്യൂബിൽ വീഡിയോ കണ്ടാൽ പോലെ അത് കണ്ടാൽ മനസ്സിലാകത്തില്ല. എന്നിട്ട് ട്രൈപോഡും ഗിംബലും എടുത്തോണ്ട് പോവുക, അതിനകത്ത് എന്തോ ഉണ്ടെന്ന്. അപ്പോഴേ എൻ്റെ ഒരു സുഹൃത്ത് ചോദിച്ചു, ഡിജിറ്റലി കണക്റ്റഡ് അല്ലാത്ത ഈ സാധനങ്ങൾ കൊണ്ട് എന്ത് തെളിവുണ്ടാക്കാനാണെന്ന് ചോദിച്ചു. അപ്പോൾ അവർ അങ്ങനെയല്ല, ഈ റൂമിൽ എന്ത് വേണേലും എടുത്തോണ്ടാകും. അപ്പോൾ അയാൾ കട്ടിലൊക്കെ എടുത്തോണ്ടെന്ന് വെച്ചാൽ കട്ടിലെ സോഫ അതൊക്കെ എടുത്തോണ്ട് പോകുന്നുണ്ടോ എന്നൊക്കെ ചോദിച്ചു. അതൊക്കെ അവർ അങ്ങോട്ടും ഇങ്ങോട്ടും എന്തൊക്കെയോ പറഞ്ഞ് തമാശയായിട്ട് അങ്ങനത്തെ ഓരോ കാര്യങ്ങൾ ഇവിടെ നടക്കുന്നത്. അപ്പോൾ ഇതിനിടയിൽ ഈ വാർത്താ ചാനലുകൾ ഈ മോഹൻലാലിനെ തെറി വിളിച്ചു എന്ന് പറയുന്നത് തെറ്റാണ്. അതുപോലെ തന്നെ ടെറിട്ടോറിയൽ ആർമി അപമാനിച്ചു എന്ന് പറയുന്നത് കള്ളത്തരം ഇങ്ങനെ പാരലി അടിച്ചു വിട്ട് കഴിഞ്ഞാൽ ഇതൊരു പാരൽ ട്രാക്കിൽ ഇങ്ങനെ ഓടുമ്പോൾ ഇവിടുത്തെ സാധാരണക്കാരെല്ലാം വിചാരിക്കുന്നത് എന്താ, അങ്ങനെ പറഞ്ഞൊരാളെ അറസ്റ്റ് ചെയ്തിട്ട് ലോക്കപ്പിൽ കിടക്കുന്ന ഒരു സീനാണ് ഇവർ കാണുന്നത്. അപ്പോൾ ഇതൊക്കെ കാണിക്കുന്ന കണ്ടാൽ ശരിക്കും ഈ ഇവിടുത്തെ ഈ മോഹൻലാൽ ഫാൻസ് അല്ലെങ്കിൽ തീരെ വിവരമില്ലാത്ത, ഒട്ടും ചിന്തിക്കാൻ ശേഷിയില്ലാത്തവരെ വിശ്വസിപ്പിക്കാനൊക്കെ കൊള്ളാം. അല്ലാത്തവർക്കെല്ലാം കാര്യം മനസ്സിലാകുന്ന ഇതൊക്കെ കാണുമ്പോൾ ഇവരെ എന്തുതരം നാണക്കേടാണ് ഇവരുണ്ടാക്കുന്നത്. ഇവർക്ക് തന്നെ ഒന്ന് ചിന്തിച്ച് നോക്കിയേ. വലിയ രണ്ട് കാര്യം ചെയ്യുന്ന പോലെ ചെയ്യുന്നതെല്ലാം ഇത്രയും ഉണ്ടത്. ഇത് സിമ്പിളായിട്ട് ഏത് കൊച്ചിനായിട്ടാലും ഇപ്പം മനസ്സിലാകുന്നില്ല. ഇപ്പം ഞാൻ പറഞ്ഞ കാര്യമല്ല നിങ്ങൾക്ക് മനസ്സിലായി. ഇതിനകത്ത് ഇതൊന്നും ഞാൻ ഉണ്ടാക്കി പറയുന്നതല്ല. ആ കണ്ട വാർത്തകൾ നിങ്ങളൊന്ന് പരിശോധിച്ചത് ഇതെല്ലാം ഇങ്ങനെ തന്നെ കിടക്കുകയാണ്. ഇവർ തന്നെ പറയുമായിരുന്നു. ഇവർ തന്നെ അങ്ങോട്ടൊക്കെ വിളിച്ച് പറഞ്ഞിട്ട് തെറ്റിക്കുക. മനസ്സിലായി. ഞാൻ ഒളിവിലല്ല എന്ന് പറയുന്ന വീഡിയോയുടെ മുന്നിൽ കയറിയ അവതാരകം പറയാണ് തിരുവല്ലയുടെ വീട്ടിൽ നിന്ന് അറസ്റ്റ് ചെയ്തെന്ന്. മനസ്സിലായോ? അവരുടെ പാളിച്ചകൾ എന്ന് പറഞ്ഞുണ്ടല്ലോ, കുറച്ച് പാളിച്ചകളൊന്നും അല്ല ഉണ്ടായിരിക്കുന്നത്. ഇതിപ്പോൾ ലോകത്ത് അവസാനമായിട്ട് സംഭവിക്കുന്ന ഒരു സംഭവം ആയിരിക്കണം. ഇനി ഇതൊരിക്കലും ആവർത്തിക്കാൻ പാടില്ല. അതിന് ഞാൻ കാരണമാണ്, അല്ലെങ്കിൽ എനിക്ക് എന്തൊക്കെ ദുരിതം അനുഭവിച്ചെന്ന് പറഞ്ഞാൽ, എന്നെ കൊണ്ടിട്ട് എന്തോ കാണിച്ചെന്ന് പറഞ്ഞാൽ അത് നടക്കാതിരിക്കുന്നതാണ് ഇതിനകത്ത് നമ്മുടെ ആവശ്യം. മനസ്സിലായി? കാരണം എൻ്റെ ജീവനും അപായമുള്ള രീതിയിലാണ് ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ ഇതുപോലെ ആരെങ്കിലും വന്ന് എന്തെങ്കിലും ചെയ്താൽ സംഭവിക്കുന്നത്. അപ്പോൾ ഇനി ഇവിടെ പല പ്രശ്നങ്ങളുണ്ടാവും. അവിടെ ഒന്നും ഇങ്ങനെയുള്ള അൺവാണ്ടഡ് ആയിട്ടുള്ള ആൾക്കാരെ കയറ്റത്തില്ല, പോകത്തില്ല. ഇനി ആരും പോകരുത്. സ്ഥിതിക്ക് പറയുന്നതൊന്നും ഞാൻ പറയത്തില്ല, ആരും പോകരുത്, അത്രേ ഉള്ളൂ. ഇങ്ങനെയുള്ള സ്ഥലങ്ങൾ ഇങ്ങനെയുള്ള ആളുകൾക്ക് കയറി ഷോ കാണിക്കാനോ അല്ലെങ്കിൽ മാർക്കറ്റിംഗ് നടത്താനോ ഉള്ള വേദിയായി തെറ്റിദ്ധരിക്കരുത്. അത് അതിനുള്ള സ്ഥലമല്ല. അതിന് മനസ്സിലാക്കാൻ ബോധവും ബുദ്ധിയും ഇല്ലാത്ത ആളുകൾ ആരെങ്കിലും ഇനി ഇങ്ങനെ ബാക്കിയുണ്ടെങ്കിൽ എല്ലാവരും കേൾക്കാൻ വേണ്ടി പറയുകയാണ്, ഇങ്ങനെ ചെയ്യാൻ പാടില്ല. പിന്നെ സിദ്ദിഖിന്റെ ഇന്റർവ്യൂവിൽ ഒരു ഭയങ്കര തമാശയാണ്. സിദ്ദിഖ് പറയുന്നത് ഞാൻ എന്തെങ്കിലും ചെയ്യണമെന്നതിന് മുമ്പ് ഞാൻ 100 വട്ടം ആലോചിക്കുമെന്ന്. 100 വട്ടം ആലോചിച്ചാൽ പോയ ഇയാളൊന്നും 100 1000 വട്ടം ആലോചിച്ചാൽ പോലും ഇതിനകത്ത് കറക്റ്റായിട്ടൊന്നും ഒരു കാര്യവും ചെയ്യാൻ കഴിവുള്ളവനാണെന്ന് തോന്നുന്നില്ല. കാരണം 100 വട്ടം ആലോചിച്ചിട്ട് ഇത്രയും വലിയ മണ്ടത്തരങ്ങളാണ് ചെയ്യുന്നത്. ഏത് കുറ്റവാളിയാണ് ഇത്ര 100 വട്ടം ആലോചിച്ചിട്ടാണ് ഇവിടെ ഇത്രയും പൊട്ടത്തരമൊക്കെ പറഞ്ഞത്. ചെറിയ കാര്യങ്ങളിൽ പോലും 100 വട്ടം ആലോചിച്ചിട്ട് ഇതാണ് നിങ്ങളുടെയൊക്കെ തലയെ തെളിയുന്നതെങ്കിൽ 1000 വട്ടം ആലോചിച്ചാൽ ചിലപ്പോൾ ഇച്ചിരിയെങ്കിലും മനസ്സിലാക്കി. ഇത് ആലോചിക്കുകയല്ല ചെയ്യേണ്ടത്. എന്തെങ്കിലും ചെയ്യുന്നതിന് മുമ്പ് മനസ്സിലാവുന്നുണ്ട്. ഈ ആലോചിക്കുന്ന എന്തിനും ഒത്തിരി അങ്ങോട്ട് ആലോചിക്കേണ്ട ആവശ്യമൊന്നുമില്ല. കാര്യം ശരിയാണോ, സത്യസന്ധമായിട്ട് കാര്യങ്ങൾ പറയുമ്പോൾ ആലോചിക്കേണ്ടതേ ഉള്ളതെന്ന് പറഞ്ഞാൽ മതി. ഇല്ലാത്തതൊക്കെ പറയാൻ പോകുമ്പോൾ ചിലപ്പോൾ ഒത്തിരി ആലോചിക്കേണ്ടി വരും. അതുകൊണ്ടായിരിക്കും ചിലപ്പോൾ ഈ 100 വട്ടമൊക്കെ ആലോചിക്കുന്നത്. എന്നിട്ട് 100 വട്ടം ആലോചിച്ചിട്ട് പറഞ്ഞ് മണ്ടത്തരം. ഇനി അധികം മയക്കെടുത്തോണ്ട് ഇവർക്ക് വരായിരുന്ന ഇവർക്കും കൊള്ളാം. കാരണം ഇനി ഞാൻ കാണിച്ചത് ഇനി അടുത്ത ഇന്റർവ്യൂവിന് ഇതിലും വലിയ വിഡ്ഢിത്തരം പറയും. ആ വിഡ്ഢിത്തരങ്ങൾ എന്താണെന്ന് മനസ്സിലാകുന്നില്ല. ഒരു കോടതിയോ, ഇയാളാരാ കോടതിയോ എന്ന് ചോദിക്കത്തില്ലേ നമ്മൾ? കോടതിയാ തീരുമാനിക്കുന്ന കുറ്റവാളിയാണോ എന്നല്ല. അല്ലാതെ ഇവിടുത്തെ അമ്മയുടെ സംഘടനയുടെ സെക്രട്ടറി അല്ല. അതൊന്നും മനസ്സിലാക്കാനുള്ള സാമാന്യ വിവരം പോലും ഇല്ലാത്ത ഏതോ ഒരാൾ കാണിക്കുന്ന പരിപാടിയായിട്ടല്ല ഇപ്പൊ അവസാനിച്ചത്. കണ്ടിരിക്കുന്നവർ എന്ത് വിചാരിക്കുന്നു, എന്ത് തോന്നുന്നു നിങ്ങൾക്ക്? ഈ പറഞ്ഞ പരിപാടി എല്ലാം കൂടെ കേട്ടിട്ട് എന്താണ് തോന്നുന്നത്? ഇവർ പറയുന്ന അനുസരിച്ച് അവിടെ പോകാം. പിന്നെ 64 വയസ്സുള്ള ഒരു മനുഷ്യൻ ഏത് മിലിറ്ററി, ഏത് ആർമിയിലാണ് ജോലി ചെയ്യുന്നത് ഇപ്പോൾ? ഇനി അതുമല്ല, മിലിറ്ററി ആളെ വിളിക്കുമെന്ന് വിചാരിച്ചോ? ഇങ്ങനെ ഒരാളെ തിരിച്ചു കൊണ്ടുവരുന്നുണ്ട്. അയാൾക്ക് എന്ത് ക്വാളിഫിക്കേഷനാണ്, എന്ത് മുൻപരിചയമാണുള്ളത് ഈ പ്രവർത്തനത്തിൽ, രക്ഷാപ്രവർത്തനത്തിൽ മുൻപരിചയം എവിടെയാണ്? മോഹൻലാലിന്റെ സിനിമയ്ക്കകത്ത് പോലും ഇല്ല അങ്ങനെ. മോഹൻലാൽ അങ്ങനെ സിനിമയിലെങ്കിലും അഭിനയിച്ചിരുന്നത് കൊള്ളാം. ആകെ ഒരു നരനകത്ത് തടി പിടിക്കാനായിട്ട് വെള്ളത്തിൽ ചാടുന്നുണ്ട്. ഇവിടെ ഒഴുകി വരുന്ന തടി പിടിക്കാനല്ല അവിടെ ആളുകൾ കൂടിയത്. മനസ്സിലായോ? മൂന്നാം മുറയിലൊന്നും ഇതൊന്നും അല്ല പരിപാടി. രക്ഷാപ്രവർത്തനം അത് എന്താ കിഡ്നാപ്പ് ചെയ്ത് വെച്ചേക്കുന്നവരെ റെസ്ക്യൂ ചെയ്യുന്ന പരിപാടിയാണ്. അതല്ല ഇത് തമ്മിൽ ഒരുപാട് ദൂരം വ്യത്യാസമൊക്കെ ഉണ്ട്. ഇങ്ങനത്തെ സിനിമയെങ്കിൽ ഇനി ഇറക്കാം. എങ്ങനെ ഇതുമാതിരി വല്ല സ്ക്രിപ്റ്റ് ഉണ്ടാക്കിയാൽ തെറ്റിപ്പോകും. അപ്പൊ അങ്ങനെയൊക്കെയാണ് ഒരു ഉദ്യോഗസ്ഥനെ അവിടെ മിലിറ്ററി വിളിച്ചു വരുത്തുന്നത്. അയാൾ പെയ്ഡുമായിരിക്കും, അയാൾക്ക് ശമ്പളം വരെ കൊടുക്കണം. അല്ല ചുമ്മാ അങ്ങനെ പട്ടാളം തോന്നിയ പോലെ ആൾക്കാരെ വിളിക്കത്തൊന്നുമില്ല. അങ്ങനെ വിളിച്ചിട്ടുണ്ടെങ്കിൽ അവർ കൃത്യമായി അവർക്ക് എന്താ പറയുക, അവർ ആ വർക്ക് ചെയ്യുന്നുള്ള സാലറി കൊടുത്തിട്ടേ അവർ ഇടത്തുള്ളൂ. മാത്രമല്ല അവിടെ വന്നാലുണ്ടല്ലോ ഈ പറഞ്ഞ പോലെ പെട്ടെന്ന് അങ്ങ് പോകാൻ പറ്റത്തില്ല. ഈ പറഞ്ഞ പോലെ 2-3 മണിക്കൂർ അവിടെ നിന്ന് അവരോടും വേണ്ടിയിട്ട് തിരിച്ചു പോകുമല്ല അവർ ചെയ്യുന്നത്. അപ്പോൾ എന്തിനു പോയി എന്ന് ചോദിച്ചാൽ പ്രത്യേകിച്ച് പ്രയോജനമൊന്നും ഉണ്ടായില്ല പോയിട്ട്. അല്ലെ ആര് വിളിച്ചിട്ടും പോയതല്ല. ഇത് മേജർ റെയ്ഡ് ഇന്റർവ്യൂവിൽ പറയുന്നത് ഞാൻ ലാലിനെയും കൊണ്ട് പോയതാണ്. അത് അവർ അങ്ങോട്ട് പെർമിഷൻ എടുത്തത്. പക്ഷെ അവരൊരിക്കലും വിചാരിക്കുന്നില്ല ഇവർക്ക് അപ്രൂവൽ കൊടുക്കുമ്പോൾ ഇങ്ങനെ ആൾ വിസിറ്റ് ചെയ്യാനായിട്ട് ഇങ്ങോട്ട് ചോദിക്കുന്നു. അത് എന്തെങ്കിലും കാരണവശാൽ ഗുണമായിക്കോട്ടെ, അല്ലെ എന്തെങ്കിലും അവർ വിചാരിച്ചെന്ന് വിചാരിക്കുക. ഈ പറഞ്ഞ ഇതിന് അപ്രൂവൽ കൊടുക്കുന്ന ആ ഒരു ഓഫീസർ, അതൊരു ആർമി ഓഫീസറോ ആരും ആയിക്കോട്ടെ, അവർ സ്വപ്നത്തിൽ വിചാരിക്കുമോ ഇങ്ങനത്തെ മണ്ടത്തരങ്ങൾ അവിടെ അരങ്ങേറുമെന്ന്? അയാൾ ഇപ്പൊ കുടുങ്ങിയിരിക്കുമായിരിക്കും. ഇങ്ങനെയുള്ളവരൊക്കെ എന്താ വലിച്ചു കയറ്റിന്ന് മോളിൽ നിന്ന് ചോദിക്കും. മനസ്സിലായോ? അതിനിടയ്ക്ക് മേജർ റെയ്ഡിക്കെതിരെ ഒരു നേവി ഓഫീസർ ഓൾറെഡി പരാതിയും കൊടുത്തു, മിലിറ്ററി യൂണിഫോം മിസ്യൂസ് ചെയ്തെന്ന് പറഞ്ഞുകൊണ്ട്. അപ്പൊ അങ്ങനെ ഈ സംഭവം അവിടെ അരങ്ങേറുന്നതിന് ഒറ്റ കാരണമേ ഉള്ളൂ. അത് സിനിമ ഇത്രയും സെലിബ്രിറ്റി ആയ ഒരു മനുഷ്യൻ പോയതിന്റെ പ്രശ്നമാണത്. ആ പ്രശ്നത്തെ ഞാൻ ഇങ്ങനെ ചൂണ്ടിക്കാണിക്കുമ്പോൾ അതേ ഇങ്ങനെ കാണിക്കുമ്പോൾ അവരെന്നെ കാണിക്കുന്നത് എന്താ? അവർ ഈ ഫിംഗറിന് വരും ഈ ഫിംഗറൊക്കെയാണ് കാണിക്കുന്നത്. ഈ ഫിംഗർ കാണിക്കുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കി.
അവരുടെ ആ ഒരു ചിന്ത ഒന്ന് ആലോചിച്ച് നോക്കിയേ. അപ്പൊ ഇവിടെ ഓപ്പറേഷൻ നടക്കുന്ന സ്ഥലത്ത് വന്നിരിക്കുന്ന വേറൊരു മനുഷ്യനുണ്ട്. അയാളെന്ന് പറഞ്ഞാൽ പുൽവാമ ആക്രമണത്തിൽ മുഖത്ത് വെടിയേറ്റ് ഇപ്പൊ മാസ്ക് ഒക്കെ വെച്ച് അദ്ദേഹം നിൽക്കുന്ന അവിടെ. അത് ഇതിലും വലിയ പണി കഴിഞ്ഞ് ഇതൊക്കെ നല്ല എക്സ്പീരിയൻസ് ഉള്ള ഒരു മനുഷ്യൻ, അയാൾക്ക് ഇല്ലാത്ത പ്രശ്നമാണെന്ന് ഓർത്തോണം ഈ പറഞ്ഞ രണ്ടുപേർക്ക്. ഇവർക്ക് ഇതൊന്നും അറിയത്തോലും എന്താ നടക്കുന്നതെന്ന്. ശരിയാ, മേജർ രവി അത് തന്നെ അവരെ മോട്ടിവേറ്റ് ചെയ്യാൻ ഇവിടുന്ന് മോഹൻലാൽ എന്ന് പറഞ്ഞ നാണക്കെടുന്ന് ഓർത്ത് വയ്ക്കും. മേജർ രവി പറഞ്ഞ മോട്ടിവേഷൻ മൊറൽ ബൂസ്റ്റ് ഉണ്ടാകുമെന്ന് പട്ടാളക്കാർക്ക്. ആ മനുഷ്യനോ അവിടെ നിൽക്കുന്ന അയ്യോ, ഇവര് എന്ത് സിനിമയാന്ന് വിചാരിച്ചതൊക്കെ. റിയൽ ലൈഫിലൊന്നും നിങ്ങളൊന്നും ഇങ്ങനത്തെ സ്ഥലത്തൊന്നും ഹീറോയിസം കാണിക്കാൻ പറ്റിയ ആൾക്കാരല്ല. അവിടെ റിയൽ ലൈഫ് ഹീറോസ് തന്നെ ഉണ്ട്. അവരുടെ മുന്നിൽ ചെന്ന് കിടന്ന് വലിയ അഭ്യാസമൊന്നും കാണിക്കരുത്, മനസ്സിലായി? പട്ടാളത്തിന് ഒരിക്കലും മോഹൻലാലിനെ കണ്ട് മൊറൽ ബൂസ്റ്റ് ഉണ്ടാവുമെന്നൊന്നും വെറുതെ നാട്ടുകാരുടെ പറഞ്ഞു പിടിപ്പിക്കുക. അതൊക്കെയാണ് പട്ടാളത്തെ അവമാനിക്കുക എന്ന് പറയുന്നത്, മനസ്സിലായോ? മോഹൻലാലിനും ഒക്കെ വേണമെങ്കിൽ ഇവിടുത്തെ നാട്ടുകാർക്ക് എനിക്കടക്കം പട്ടാളത്തെ കാണുമ്പോൾ വേണമെങ്കിൽ ഒരു ആവേശം ഉണ്ടാവും, മനസ്സിലായോ? അത് ആ വിശ്വാസം ഉള്ളത് കൊണ്ട് തന്നെ പറയുന്നത്. ഇങ്ങനത്തെ പൊട്ടത്തിലൊന്നും പറയരുത് നാട്ടിലിറങ്ങിയിട്ട്. സിനിമ പ്രൊമോഷൻ അല്ല ഇവിടെ നടക്കുന്നത്. അപ്പൊ അതുകൊണ്ട് ഇത് പറഞ്ഞതും ചെയ്തതും എല്ലാം തെറ്റാണ്. പിന്നെ 3 കോടി എന്ന് പറയുന്ന അനൗൺസ്മെന്റിനകത്ത് ഭയങ്കരമായ ഒരു പ്രസക്തി കൊടുക്കുകയാണ്. എന്താണ് ഈ 3 കോടി? എടോ, അയാൾക്ക് ഒരുപാട് 1000 കോടി സ്വത്തുള്ള ഒരാൾ 3 കോടി കൊടുക്കുന്നു. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. ഇവിടെ ഒരു കൂലിപ്പണി എടുത്തവനോ അല്ലെങ്കിൽ ഏതെങ്കിലും ഓട്ടോ ഓടിച്ചിട്ട് ഒരു ദിവസം ഒരു 1000 രൂപ ഉണ്ടാക്കിയവൻ ചിലപ്പോൾ 500 കൊടുത്തു കാണും. അവൻ ചിലപ്പോൾ അന്ന് വൈകുന്നേരം അത്താഴ പ്രശ്നമാണെന്ന് അറിയത്തില്ല. വേറെത്തിന്റെ ദുഃഖം അല്ലെങ്കിൽ അവനുണ്ടായ നഷ്ടം നികത്താൻ അവനൊരു മനുഷ്യസ്നേഹി ആയതുകൊണ്ട് ഒരു 500 രൂപ കൊടുക്കുന്നതിനേക്കാൾ മേളിലൊന്നും ആകത്തില്ല ഒരാൾ. കൂടുതൽ പൈസ ഉള്ളവൻ അവനുള്ളതിനകത്തൊന്നൊരു വീതം കൊടുക്കുന്നു. ഒന്നും ഇല്ലാത്തവൻ ചിലപ്പോൾ ഒരു നേരത്തെ ആഹാരം ഒഴിവാക്കിയിട്ടൊക്കെ ആയിരിക്കും കൊടുത്തേക്കുന്നത്. അങ്ങനത്തെ ബൂസ്റ്റിംഗ് ഒന്നും ഈ ഫേസ്ബുക്ക് പോലത്തെ മീഡിയകൾ ചെയ്യാൻ പാടില്ല. ഓക്കെ, കൊടുക്കുന്നവർ അവർക്ക് ഉള്ളതാണ് കൊടുക്കുന്നത്. എല്ലാവരെയും ഒരുപോലൊക്കെ കാണണം, മനസ്സിലായോ? അവിടെയും തെറ്റുണ്ട്. ഞാൻ പറഞ്ഞില്ലേ, പണം കൊടുക്കേണ്ട സമയം അതല്ല. അവിടെ റെസ്ക്യൂ ഓപ്പറേഷൻ നടക്കുമ്പോഴാണോ വലിയ വീരോധം അടിക്കുന്നത്? അവിടെ നിന്ന് ഞാൻ 3 കോടി അങ്ങനെ അതും ട്രസ്റ്റിന്റെ രണ്ട് പേരും പറഞ്ഞ് ചെയ്യുന്നത്. ഇതെല്ലാം കഴിഞ്ഞിട്ട് വേണം അത് പറയാൻ. അത് ആ പറഞ്ഞ സമയവും തെറ്റിപ്പോയിട്ടുണ്ട് ഇവർ പറഞ്ഞത്. ഏതൊക്കെ രീതി നോക്കിയാൽ ഇത് വെളുപ്പിക്കാനേ പറ്റത്തില്ല. വെറുതെ കിടന്ന് കണകുണ പറയാനല്ലാതെ ഇവന്മാർ ആരെങ്കിലും ഒരുത്തനെ ഇവനെ ഈ പറഞ്ഞ വലിയ മഹാനായ 100 വട്ടം ചിന്തിക്കുന്നവനൊക്കെ ഒന്ന് എന്റെ അടുത്തോട്ടൊന്ന് വിടാവോ? അവനോട് ചോദിക്കാൻ ഞാൻ ഏതെങ്കിലും ഒരു ചോദ്യത്തിന് ഇവനൊക്കെ ഉത്തരം ഉണ്ടാവും. അറിയാവോ ഇവർക്കൊക്കെ ഇത് വല്ലതും എന്താന്ന്? അത് അറിയത്തില്ലെന്നുള്ള കാര്യം ഇനി ആരും ബോധിപ്പിക്കണ്ട. എനിക്ക് മനസ്സിലായി ഇവർക്ക് ഈ സംഭവത്തെ പറ്റി മൊത്തത്തിൽ ഒന്നും അറിയത്തില്ലെന്ന്. കാരണം അത് കഴിഞ്ഞ് പിന്നെ ഇത് തന്നെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. വലിയ മഹത്തായ കാര്യമായി പോയെന്ന് അങ്ങോട്ട് ചെന്നിറങ്ങിയിട്ട് അവിടെ നിന്നവർക്ക് കണ്ട് പൈസ കൊടുത്തതും തെറ്റാ, കുറച്ചിലായിട്ടൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷെ അതിനകത്ത് ഇങ്ങനൊരു പ്രശ്നമുണ്ട്. ഒരു ആൾക്കാരെ ചെറുതാക്കരുത്. ഒരാൾ വലുതും വേറൊരാൾ ചെറുതും ആകുന്ന രീതിയിലുള്ള പ്രചരണങ്ങൾ ശരിയല്ല. അത് ഈ ഫേസ്ബുക്ക് പോലത്തെ അല്ലെ സോഷ്യൽ മീഡിയയിലൊക്കെ ഇങ്ങനത്തെ പോസ്റ്റ് ഒട്ടിക്കുന്നവരുടെ തെറ്റാണ്. ഈ പറഞ്ഞ നടന്മാരും പറഞ്ഞു കാണത്തില്ല. ഇനി അവരുടെയൊക്കെ തന്നെ ചാനലാണ്, പ്രൊമോഷൻ പൈസ കൊടുക്കുന്നതാണ്. അവരപ്പോൾ അതിർത്തിച്ച് ബൂസ്റ്റൊക്കെ അടിക്കും. എല്ലാവരും ഓരോരുത്തർക്ക് അവരുടെ രീതിയിലല്ലേ ഗുഡ് വിൽ. എന്നിട്ട് പോട്ടെ. ഇപ്പതേ ഈ പറഞ്ഞ മേജർ രവി എന്ന് പറഞ്ഞ ആരാണെന്നറിയോ? എന്താ വിശ്വശാന്തി ദിനേശ് എന്ന് പറഞ്ഞ ട്രസ്റ്റ് എന്നൊക്കെ എന്തോ പറയുന്നത് കേട്ടോ. അതിന്റെ മാനേജിങ് ഡയറക്ടറാണ്. ഈ മാനേജിങ് ഡയറക്ടറാണ്. ആ മാനേജിങ് ഡയറക്ടറുടെ കേസുകളാണ് ഇപ്പോൾ ഉണ്ടായേക്കുന്നത്. ഒന്ന് പണത്തട്ടിപ്പ്. അപ്പോൾ ആ ട്രസ്റ്റിന്റെ മാനേജിംഗ് ഡയറക്ടർ എന്ന് പറയുമ്പോൾ ട്രസ്റ്റിലുള്ള കാര്യങ്ങളൊക്കെ എന്താവോ എന്തോ എനിക്കറിയത്തില്ല. ആ ട്രസ്റ്റിനെയൊക്കെ ട്രസ്റ്റ് പോയി. കാരണം നിങ്ങളൊന്ന് ആലോചിക്കുക, ഒരു ട്രസ്റ്റിന്റെ മാനേജിംഗ് ഡയറക്ടർ കേസിൽ കുടുങ്ങിയേക്കുന്നത് കണ്ട് പണത്തട്ടിപ്പ് എന്നൊക്കെ പറയുന്ന കേസിൽ ജാമ്യമില്ലാതെ അകത്തയക്കുക. അല്ല, അങ്ങനത്തെ കേസ് കോടതി എന്താണ് പറഞ്ഞിട്ടാണ് പറയുന്നത്, അറസ്റ്റിലാവോ എന്തോ ചെയ്തിട്ടുണ്ട്. വാർത്തകളൊന്നും ഞാൻ വിശ്വസിക്കുന്നില്ല. കാരണം അത്രയ്ക്ക് അങ്ങോട്ട് ഞാൻ കണ്ടിട്ടില്ലാത്തതുകൊണ്ടാണ് ഞാൻ പറയാത്തത്. എനിക്ക് കൃത്യമായിട്ട് ഞാൻ ഈ വാർത്തകൾ കണ്ടിട്ടില്ല, ഇയാളുടെ വീഡിയോ കണ്ടിട്ടില്ല, ഇയാൾ എന്നെ നിർത്തിയ പോലെ ലോക്കപ്പിലുള്ള ഫോട്ടോ കണ്ടിട്ടില്ല. അതുകൊണ്ട് എനിക്ക് അതിനെ വിശ്വസിക്കണ്ട. ഇനി അങ്ങനെ ആണെങ്കിൽ തന്നെ ഈ വാർത്തകളിൽ നിങ്ങൾക്ക് എന്താ മനസ്സിലായത്? അല്ല, ആരുടെ ട്രസ്റ്റ് എന്തോ മാനേജിംഗ് ഡയറക്ടറാണ്. പോട്ടെ, ഇവർ ഈ പറയുന്ന പോലെ അടുത്ത കേസ് ഏഷ്യാനെറ്റിലെ തന്നെ ഏതോ ഒരു എഡിറ്ററെയോ ആരാണ്ടെയോ പരാമർശം, അതിനും മേജർ രവിക്കെതിരെ കേസ്. അതുകൂടാതെ നേവി ഉദ്യോഗസ്ഥൻ മിലിറ്ററിക്കും കേസ് കൊടുത്തിരിക്കുന്നു. ഇവരൊക്കെയാണ് ശരിക്കും മിലിറ്ററിയെ അവമാനിക്കുന്നത്. മിലിറ്ററിക്ക് അവമാനം ആകുന്നില്ലേ ഇങ്ങനെ തട്ടിപ്പ് കേസ് പ്രതിയാകുന്നതും? സ്ത്രീകളെ അവമാനിക്കുന്ന ഒരു മേജർ എന്ന് പറയുന്ന ഒരാളെ കാണുമ്പോൾ മിലിറ്ററിക്ക് ഒരു നാണക്കേടും ഇല്ലേ? ഇതൊന്നും സിദ്ദിഖ് കാണുന്നില്ലേ? അല്ലെ മോഹൻലാലിന് എന്തോ വിഷമമൊന്നും തോന്നിയില്ലേ? എടാ, അത് കൊള്ളാം. തന്റെ സ്വന്തം ട്രസ്റ്റിന്റെ മാനേജർ അയാൾ ഇങ്ങനത്തെ കേസുകളിൽ കുടുംബ വിഷമോ ഇല്ലേ? ആ മാനേജറായ പട്ടാളക്കാരൻ പട്ടാളത്തെ അപമാനിക്കുന്നില്ലേ? എന്നും പട്ടാളക്കാരനാന്ന് പറഞ്ഞ് നടക്കുന്ന ആളല്ല ഞാനൊരു സാധാരണക്കാരനാണ്. ഞാൻ എന്റെ അഭിപ്രായം പറഞ്ഞപ്പോൾ അതിനകത്തുനിന്ന് 2 വാക്ക് തിരഞ്ഞെടുത്ത് അതിനകത്തുനിന്ന് അപമാനം കണ്ടെത്തി മിലിറ്ററി ഇപ്പോൾ വരും നിന്നെ അങ്ങ് കൊണ്ടുപോകുന്നൊക്കെ പറഞ്ഞ് ഇവിടെ എല്ലാം കൂടെ ഇത്രയും വാർത്തയൊക്കെ അടിച്ചിറക്കിയവർക്ക് ഇപ്പോൾ ഒരു അപമാനം ഇല്ലേ? പോട്ടെ, എത്രയോ പട്ടാളക്കാർ ഇവിടെ പോലീസ് സ്റ്റേഷൻ ഒരു കേസ് എനിക്കറിയാം. ഞാൻ അതിനെതിരെ നല്ലപോലെ വീഡിയോ ഒന്ന് വിട്ടാ. ഒരു പട്ടാളക്കാരന്റെ അനിയനെ ജാമ്യത്തിലെടുക്കാൻ വന്നപ്പോൾ ആ പട്ടാളക്കാരനെ എടുത്തിട്ടിരിക്കുന്നു പോലീസ് സ്റ്റേഷനിലിട്ട്. അതിന്റെ CCTV വിഷ്വൽ വൈറലാണ്. അന്ന് ഈ മേജറും ഇല്ല, മോഹൻലാൽ ഒന്നും പറയുന്നില്ല. അവരെക്കാളും അപ്പൊ പട്ടാളത്തോട് ഈ പറഞ്ഞ പോലെ റെസ്പെക്ട് ഒക്കെ ഉള്ള ആൾ ഞാനായിരിക്കാനല്ലേ സാധ്യത? ഇവരെന്താ ഇങ്ങനെ മിണ്ടാതിരിക്കുന്നത്? അന്ന് മിണ്ടാത്തവർക്ക് ഇന്നെന്താ പെട്ടെന്നൊരു പ്രത്യേകതരം പട്ടാള സ്നേഹം, ഒരു രാജ്യസ്നേഹമൊക്കെ ആണെന്ന് ചിലപ്പോൾ ചിലവന്മാർക്ക്. എന്നിട്ട് കക്കൂസിലൊക്കെ ഇരുന്ന് സല്യൂട്ട് അടിക്കുന്നവരൊക്കെ ഉണ്ട് ഇവിടെ. ആ നിലവാരമേ ഉള്ളൂ ഈ പരിപാടിക്ക്. അല്ല, അപ്പുറത്തോട്ട് വലിയ നിലവാരമൊന്നുമില്ല. ഇമാതിരി എന്താ പറയുക കാവട്യങ്ങളും ഇതൊക്കെ ആയിട്ട് ഇങ്ങനെ ജീവിക്കുക കുറെ പേര് ഇവിടെ. എന്നിട്ട് ചെകുത്താനെന്ന് നാണമുണ്ടോ ഇവർക്കിത് പറയാനുള്ള? എന്ത് പോട്ടെ, ഈ പറഞ്ഞ ഈ എന്താ അമ്മയുടെ
അയാൾക്കെതിരെയുള്ള കഴിഞ്ഞ വർഷത്തെ കേസ് നോക്ക്. ഇവരൊക്കെയാ എനിക്കെതിരെ പറഞ്ഞത്. എനിക്ക് ഇങ്ങനത്തെ കേസൊന്നും ഇല്ല, തട്ടിപ്പ് കേസില്ല, പെണ്ണുങ്ങൾ എന്നെ പറ്റി ആവശ്യമില്ലാത്ത പറയുന്നില്ല, കടം മേടിച്ചിട്ട് തിരിച്ചു കൊടുത്തെന്ന് പോലും കൊടുക്കാതിരുന്നെന്ന് പോലും പറയുന്നില്ല. എന്റെ നാട്ടിലൊന്നും ഇങ്ങനത്തെ കഥകളൊന്നും ആരും ചോദിക്കത്തില്ല, എന്നെ പറ്റി പറഞ്ഞിട്ട് വിശ്വസിക്കത്തുമില്ല. ഇന്നേ വരെ ഇങ്ങനത്തെ അളിഞ്ഞ കേസൊന്നും എനിക്കില്ല. മനസ്സിലായോ? ഇത് ഈ പറഞ്ഞ മീഡിയ ഒക്കെ കൂടെ അറിയാൻ കൂടെ പറയുക. ഇങ്ങനെയുള്ള കേസൊക്കെ വരുമ്പോൾ നിങ്ങൾ ഇവരുടെയൊക്കെ ഇങ്ങനെയൊക്കെയുള്ള ഫോട്ടോസൊക്കെ എടുത്ത് ഇട്ട് നോക്ക്. ഇതൊക്കെ അറിയിക്കുക. എന്താ അറിയിക്കാൻ ഒരു പേടി? എന്താ ഇവരുടെയൊക്കെ നക്കാപ്പിച്ച് മേടിക്കുന്നുണ്ടാണോ? എന്തെങ്കിലും തരുന്നുണ്ടോ നിങ്ങൾക്ക് പ്രത്യേകം തിന്നാൻ? ജോലി എടുക്കുന്നതല്ലേ അപ്പൊ നിങ്ങൾക്ക് പൈസ? നിങ്ങൾ എങ്ങനെ? ഇതാണോ ജോലി? ഇതൊരു തൊഴിലാണോ നിങ്ങളുടെ? ഇതാണോ തൊഴിൽ? അതിലും ഭേദം ഇത് ചെയ്യാതിരിക്കുന്ന മറ്റേ ഏതോ സിനിമയ്ക്ക് അത് കട്ടപ്പാറ എടുത്ത് കക്കാൻ പോകുന്ന ഇതിലും ഭേദം എന്ന് പറയും. ഇതൊക്കെ ഒരു തൊഴിലായിട്ട് കണക്കാക്കണ്ട. ഇത് തൊഴിലല്ല. അയ്യേ. എന്നിട്ട് ഇവരെന്നെ പഠിപ്പിക്കാൻ വരുന്നത് എന്താണെന്നറിയോ? ഞാൻ എന്റെ സംസാരം, എന്റെ ഭാഷ ശരിയല്ലെന്ന്, ഇവരുടെയൊക്കെ പ്രവർത്തിയെ ശരിയല്ല. നിങ്ങളെല്ലാവരും ഈ പറഞ്ഞ പോലെ എന്നെ വന്ന് ചീത്ത വിളിക്കുന്നവർ എന്തോ ഉദ്ദേശിച്ചു? ഞാൻ നിങ്ങളൊക്കെ പറയുന്ന ഈ ചീത്ത കേട്ടിരുന്ന് ഞാൻ ഇങ്ങനെ പേടിച്ചോ ഞാൻ ശരിയല്ലെന്ന് തോന്നുന്നു വിചാരിച്ചു. എനിക്ക് ഞാനിതൊക്കെ കാണുന്ന ആളാ. മനസ്സിലായോ? എന്റെ ഭാഷ ഉണ്ടാക്കാൻ വന്നേക്കുന്നു. ആദ്യം നീയൊക്കെ നന്നായിട്ട് മര്യാദയ്ക്ക് ജീവിക്ക്. ബാക്കിയുള്ള പെണ്ണുങ്ങളെയൊക്കെ ഉപദ്രവിച്ചും അല്ലാതെ ഇങ്ങനത്തെ തട്ടിപ്പ് നടത്തിയും അങ്ങനെയൊക്കെ ജീവിക്കുന്നവരൊന്നും വന്നിട്ട് ഒരുത്തന്റെ ഭാഷ നന്നാക്കാൻ നിൽക്കണ്ട. അതിനുള്ള യോഗ്യത നിങ്ങൾക്കില്ല. മനസ്സിലായോ? യോഗ്യന്മാർ വന്നിരിക്കുന്നു, കുറച്ച് മാന്യന്മാരും യോഗ്യന്മാരും. നാണമുണ്ടോ? ഇതിനിടെ കുറെ എണ്ണം ഇവന്മാരൊക്കെ ഇറാൻ മൂളികളാണോ എവിടെ നിന്ന് വരുന്നതെന്ന് അറിയത്തില്ല, കുറെ എണ്ണം കമന്റ് ഉണ്ടാക്കിക്കൊണ്ട് വരുന്നു. അതുകൊണ്ടാണ് പറഞ്ഞത് ഇത് മൊത്തത്തിൽ പാളിയൊരു സ്ക്രിപ്റ്റ്. ഇവിടുത്തെ സിനിമകളൊക്കെ പൊട്ടുന്നത് ഇതുകൊണ്ടാണ് തോന്നുന്നു. ഇവരുടെയൊക്കെ സിനിമ എങ്ങനെ വിജയിക്കാന്? കാരണം സ്ക്രിപ്റ്റ് കണ്ടില്ലേ. അതുകൂടാതെ മേജർ രവിയുടെ ഒരു ഇന്റർവ്യൂ ജനം ടിവിയിൽ, ഇയാൾക്കെതിരെ കംപ്ലൈന്റ് കൊടുത്ത നേവി ഉദ്യോഗസ്ഥൻ അരിവെപ്പുകാരനാണെന്നും അവനെ എന്തിനു കൊള്ളാമെന്നും ചോദിക്കുന്നു. ഒരു മിലിറ്ററി ഓഫീസർ പറയുന്ന കാര്യമാണോ ഇതൊക്കെ? ഒരു സഹപ്രവർത്തകനല്ലേ ഒന്നുമില്ലെങ്കിലും? അതേ മേഖലയിൽ ഇതേ പവറിൽ ഇതേപോലെ തന്നെ അതെന്താ മിലിറ്ററി അപമാനിക്കലല്ലേ? ചേടാ ഇത് കൊള്ളാം. ഇതിപ്പോ ഈ 3 പേരും മിലിറ്ററി അപമാനിച്ചിട്ടുണ്ട്. ആരൊക്കെയാ? മെഹേന്ദ്രന്റെ കൂട്ടുകാരും എല്ലാവരുടെ കൂടി മിലിറ്ററി അപമാനിച്ച് കളിക്കുവാണ് ഇവിടെ. അത് അനുവദിക്കാനായാലും ബുദ്ധിമുട്ടുണ്ടെന്നുള്ള രീതി അങ്ങ് പറയാന്നുള്ളതേ ഉള്ളൂ. അത് അങ്ങനെ സമ്മതിക്കാൻ പാടില്ലെന്നേ. അതെങ്ങനെ ശരിയാവുന്നേ? ഇന്ത്യൻ മിലിറ്ററി അപമാനിക്കാൻ എങ്ങനെ സമ്മതിക്കുന്നത്? എന്നിട്ട് അങ്ങനെ പറഞ്ഞ ആളെ വന്നിട്ട് പറയാം ഇവനാണ് ഇന്ത്യൻ മിലിറ്ററി അപമാനിച്ചത്, കാരണം ഞാൻ ഇന്ത്യൻ മിലിറ്ററി അപമാനിക്കുന്നു എന്ന് പറഞ്ഞെന്ന്. അപ്പൊ അതിനകത്ത് അപമാനം എന്നൊരു വാക്ക് നിങ്ങൾ ശ്രദ്ധിച്ചോന്ന്. എന്തൊരു നാണം കിട്ട ആരോപണങ്ങളാണ് ഇതൊക്കെ. ആരോടാ? ഹേമ കമ്മീഷൻ റിപ്പോർട്ട് എന്ന സാധനത്തിന് വെയിറ്റ് ചെയ്ത് കുറെ പേര് ഇരിപ്പുണ്ട്. അതിനകത്തുനിന്ന് കുറച്ച് അതല്ല ഇത് അത്ര പൂർണ്ണമല്ല എന്നൊക്കെ പറഞ്ഞ ആരോപണങ്ങൾ വേറെ. നടി ആക്രമിക്കപ്പെട്ട കേസിലും ഇമാതിരി കേസുകളിലും ഒക്കെ നടക്കുന്ന ഇൻഡസ്ട്രി, വായിന്റെ തലപ്പത്തിരിക്കുന്ന ആളുകൾ സൂപ്പർ.